രാത്രി 12:30 മണിക്ക് ശേഷം നടന്ന ഒരു സംഭാഷണമാണ്. അതായത് ഇത് ശ്രീതുവും അതേപോലെ അർജുനാണ്. അവരിപ്പോൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും ഇപ്പോൾ ഒറ്റതേ ഉള്ളൂ, പണപ്പെട്ടി പണപ്പെട്ടി പണപ്പെട്ടി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രീതു ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശ്രീതു എന്നിട്ട് കൺഫേം ആയിട്ട് ചോദിക്കുകയാണ് അർജുനടുക്ക്, അർജുൻ എടുക്കുമെന്ന്. അത് എന്തെടുക്കുമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അർജുൻ പറയാം, എന്ത് വെറുതെ ഉരുണ്ട് കളിക്കല്ലേ, കാര്യം പറയുന്നത്, പണപ്പെട്ടി എടുക്കുമെന്ന്. അപ്പോൾ അർജുൻ പറഞ്ഞിട്ട് അല്ല, ഞാൻ എടുക്കില്ല, കാരണം അതിന് സ്റ്റാൻഡാണ്, ഞാൻ ഓൾറെഡി ഞാൻ തീരുമാനിച്ചാണ്, ഞങ്ങളെന്ന് വായിന്ന് ഓട്ടോമാറ്റിക് പറഞ്ഞു പോയാണ്, ഞങ്ങളെന്ന് പറഞ്ഞു പോയി. ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ തീരുമാനിച്ചതെന്ന്. അപ്പോൾ ശ്രീതു പറഞ്ഞു, ഇതിപ്പോൾ അതേപോലെ തന്നെ സായി അതേപോലെ പറഞ്ഞു. സായി പറഞ്ഞു പണപ്പെട്ടിക്കാരന്, പക്ഷേ സായി വരുമ്പോൾ പണപ്പെട്ടി വരികയാണെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പണപ്പെട്ടി എടുക്കാനുള്ള ഒരു ഇതിലായിരിക്കുന്നത് സായി. അപ്പോൾ അർജുൻ പറഞ്ഞു ഞാൻ എടുക്കില്ല, എൻ്റെ സ്റ്റാൻഡാണ്, എപ്പോഴത് പറഞ്ഞാൽ എനിക്ക് പണത്തിന് ആവശ്യമില്ല. പക്ഷേ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജുൻ ഇതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണപ്പെട്ടി വരെ ഞാൻ എടുക്കും. അപ്പോൾ ആരും ഇവിടെ നിശ്ചയമില്ല, ഈ പണപ്പെട്ടി വരികയാണെങ്കിൽ ആരും എടുക്കുമെന്നുള്ളത് ഒരു നിശ്ചയമില്ല. അപ്പോൾ ഇത് കൺഫേം ആക്കുകയാണ് ശ്രീതു എടുക്കുകയോ ഇല്ലയെന്ന്, അതായത് അർജുൻ എടുക്കുകയോ ഇല്ലയെന്ന്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ശ്രീതു എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് അത്. പക്ഷേ ശ്രീതു പറഞ്ഞു ഞാൻ എടുക്കില്ല എന്ന്. അപ്പോൾ ശ്രീതും അതേപോലെ കൺഫേം ആക്കുക എല്ലായിടത്തും, ആരൊക്കെ എടുക്കും ആർക്കും എടുക്കില്ല എന്ന്. കണ്ട കളി എല്ലാവരും പണപ്പെട്ടിയുടെ ബാക്കിൽ തന്നെയാണ്. പക്ഷേ ഈ സംഭാഷണം നടക്കുന്നത് രാത്രി 12 മണിക്കാണ്.